ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ നമ്മുടെ തക്കാളി നിറയെ കായ്ച്ച് കിടക്കുന്നുണ്ട്. അപ്പം തക്കാളി നിറയെ കായ്ച്ചിട്ട് ഇതൊരുവിധം വിളവൊക്കെ കഴിയാറായി കിടക്കുകയാണ്. കണ്ടോ, നമ്മുടെ തക്കാളി വളരെ നല്ല എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് തക്കാളി കൃഷി. നമുക്ക് കുറേ മൂട് തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 10 മൂട് തക്കാളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലാവശ്യത്തിനുള്ള തക്കാളിക്കൊക്കെ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ തക്കാളി നടുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത് അതിന് വൈറസ് രോഗം ബാധിക്കും. അപ്പോൾ അത് പിന്നെ ഒരു അഴുകൽ രോഗം, ഇതൊക്കെ തക്കാളി കൃഷിയെ വല്ലാതെ ബാധിക്കുന്നതാണ്. അതായത് കഴിയാറായതുകൊണ്ടാണ് ഇലകളെല്ലാം കരിഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് തക്കാളി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് നമ്മൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ മണ്ണിൻ്റെ pH ലെവൽ കറക്റ്റ് ആക്കാൻ നോക്കുക. നമ്മുടെ pH കുറവാണെന്നുണ്ടെങ്കിലും നമ്മൾ തക്കാളി കൃഷി വിജയിക്കത്തില്ല. നല്ല രീതിയിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മണ്ണ് കുമ്മായമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടോ, നമ്മുടെ തക്കാളി നിറയെ കായ്ച്ച് നിൽപ്പുണ്ട്. അതായത് നമ്മൾ ഉടനെ തന്നെ ഇത് വെള്ളമെടുത്തിട്ട് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും അടുത്ത കൃഷി ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വീണ്ടും നമ്മൾ കൃഷി ചെയ്യാറില്ല. ഇതാണ് നമ്മൾ തക്കാളിക്ക് വരുന്ന ഒരു അസുഖമാണ്. ഇത് കണ്ടോ, അപ്പോൾ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും ഇതിനകത്തുനിന്ന് ഈൽഡ് ലഭിക്കത്തില്ല. പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അസുഖം വരുവാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ ചെടി നമ്മൾ പിഴുത് കത്തിച്ച് കളയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തക്കാളിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ വളം കൊടുക്കണം. നമ്മൾ ജൈവവളങ്ങളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചാണകം, പിണ്ണാക്ക് എല്ലാം പൊളിപ്പിച്ച് നന്നായിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വിളവ് കിട്ടും. അതേപോലെ ഇത് നടുമ്പോൾ മണ്ണിൽ വാം ചേർത്തിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ തക്കാളി വിളവ് ലഭിക്കും. നമ്മൾ ഈ ഒരു കുറേയേറെ പകുതി ഭാഗത്തോളം നമ്മൾ വാം ചേർത്തിട്ടാണ് നട്ടത്. ഈ ഒരു ഭാഗത്ത് വാം ചേർത്തിട്ടാണ് നട്ടത്. അപ്പോൾ അങ്ങോട്ടുള്ള തക്കാളിയെക്കാട്ടിലും നല്ല പച്ചപ്പായിട്ട് വീണ്ടും അതിനകത്ത് തക്കാളി പിടിക്കുന്നുണ്ട്. വാമ് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാമ് ചേർക്കുന്ന ചെടികൾക്ക് വലിയ വേര് പഠനങ്ങൾ ശക്തി പ്രാപിക്കുകയും അപ്പോൾ വളരെ നല്ലതായിട്ട് ചെടികൾ കാപിടിക്കുകയും കാപിടുത്തമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വാമ് നമ്മൾ ചേർത്തിട്ടാണ് തക്കാളി നടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം നമ്മുടെ തക്കാളി കുറേ പഴുത്ത് നിൽക്കുന്നുണ്ടോ? തക്കാളി കുറേ പഴുത്ത് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. കുറച്ച് വൈറസ് രോഗമൊക്കെ വന്ന് കുറേ തക്കാളി പോയായിരുന്നു. കുറച്ച് ഇങ്ങനെ പാടിയൊക്കെ പോയി. അതിൻ്റെ ബാക്കി കിട്ടിയതാണ് ഇതൊക്കെ കേട്ടോ. നല്ല ഫ്രഷായിട്ട് അങ്ങനെ നമ്മുടെ കൃഷിയുടെ വിളവെടുപ്പ് മിക്കവാറും എല്ലാം തീർന്ന് ഈ തക്കാളി മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഒരുവിധം തീർന്നേ. എല്ലാ തവണയും നമുക്ക് ഈ തക്കാളി ഉണ്ടാകുമ്പോഴേ തക്കാളി ഇങ്ങോട്ട് പിടിച്ച് പഴുത്ത് വരുമ്പോൾ മൊത്തമൊക്കെ നശിച്ചു പോകാം. ഇത്തവണയേ ഉള്ളൂ ഇങ്ങനെ കുറച്ചെങ്കിലും നമുക്ക് നന്നായിട്ട് കിട്ടിയത് കേട്ടോ. അത് നല്ല വലിപ്പമുള്ള തക്കാളികളാണ്. ചിലതൊക്കെ ഇങ്ങനെ പൊട്ടി പോന്നൊക്കെ പോകും.
കേടുണ്ട് ചിലതിനകത്ത്. അപ്പം നമ്മുടെ തക്കാളി എല്ലാം ഏകദേശം ഒരുവിധം പഴുത്ത് വരുന്നുണ്ട്. കാണാൻ പറ്റുമോ എന്നറിയാൻ മേല.